അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നോക്കുക. നമ്മളങ്ങനെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് നല്ല ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ടുഡേ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും കാണുക, ക്ഷമയോടെ കാണുക ഗൈസ്. നമ്മളപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം വാഷ് ചെയ്ത് ഉപ്പിലിട്ട് വാഷ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ നമുക്കിത് ചെറുതാക്കിയിട്ട് അരിയാം. ഞാൻ കുക്കറിലാണ് ബിരിയാണി വയ്ക്കുന്നത്. 3 വിസിൽ മതി നമുക്ക് ബിരിയാണിക്ക്. ഒരു 10 മിനിറ്റിൽ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ അതിലേക്കൊരു ഐറ്റം കൂടി ഉണ്ടാക്കണം. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡിയാക്കി കട്ട് ചെയ്തതിന് ഇച്ചിരി കൂടെ ഉണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കും. അപ്പോൾ ഇത് റെഡി, ഇതെല്ലാം റെഡിയായി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഇഞ്ചി പേസ്റ്റും, പിന്നെ ഇതിലേക്ക് നമ്മൾ സോമ്പും ജീരകവും പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടെ കൂട്ടിയിട്ട് നമ്മളിത് അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ആവശ്യമായ അരി നമ്മൾ അളന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. 2.5 ഗ്ലാസ്സാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ കൊത്തമല്ലിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം റെഡി. പുതിനയും കൂടി ഇടാവുന്നതാണ്. പക്ഷേ പുതിന നമ്മൾ കയ്യില്ലാത്തത് കൊണ്ട് നമ്മൾ പുതിന ഇടുന്നതില്ല. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ എല്ലാം ഇട്ട് ഇപ്പോൾ ബാക്കി വെജിറ്റബിൾ ഇടാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കണം. ഇത് നല്ല വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചിപ്പൂണ്ട് ഇടാം. ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നു. എല്ലാം ഇട്ട് കുറച്ച് നമ്മൾ ബീൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒത്തിരി ബീൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നു. എത്ര വേണമെങ്കിൽ ഇടാം. ഒത്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിപ്പൂണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി. അപ്പോൾ ഒരു പീസ് നാരങ്ങ ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ഇളക്കി കൊടുക്കും. നിങ്ങൾ ശരിയും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ആവി കാരണം ക്യാമറയിൽ ഇത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് യൂസ് ചെയ്യാം. നമ്മൾ സ്പൈസി മുളക് ചെറിയ കുട്ടികളെയും കൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നു. സ്പൈസി മുളക് ഒരു ചെറിയൊരു സ്പൂൺ കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ഞൾ കുറച്ച് മതി. നമ്മൾ അടുത്ത യൂസ് ചെയ്യാൻ പോകുന്നത് കാശ്മീർ മുളക് പൊടി. അത് കുറച്ച് കൂടുതലിടാം. അപ്പോൾ അതിട്ട് ഇത് നമുക്ക് നല്ല ഇളക്കാം. ഇതിൻ്റെ പച്ച മണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിയിടാം. തൈര് ഇതിൽ കുറച്ച് തൈര് വേണം. പക്ഷേ ഞാൻ തൈരില്ലാത്തത് കൊണ്ട് ഇടുന്നില്ല. ഇത് നല്ല മണം വരട്ടെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിയിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല എല്ലാം റെഡിയായിട്ട് ഇനി കുക്കർ അടച്ച് വയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മൾ 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെന്നയ്ക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളി അരിയാം. കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ചതച്ചതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് പെപ്പർ വേണം. 2 അല്ലി മല്ലിച്ചപ്പ് വേണം. ഇതിനെങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആവും.
അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്തിരുന്നു. നമ്മൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ചുമ്മാ അടിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിനെ നമ്മൾ ചതയ്ക്കാൻ പോകുന്നു. ഈ കത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ടപ്പാന്ന് വെച്ചാൽ മതി. അപ്പോൾ അത് എന്താ പറയുന്നത്, ഇത് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു പാനിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ഉള്ളി അതിലേക്ക് ഇട്ടത് പൂണ്ടാണ്. വെളുത്തുള്ളി റെഡി. ഇച്ചിരി മല്ലിച്ചപ്പ് എടുക്കണം. മല്ലിച്ചപ്പും പുതിന ഞാൻ കഴുകി വെച്ചതാണ്. അപ്പം ഞാൻ അതിന് മല്ലിച്ചപ്പിനെ കരിയാപ്പിലനെ ഞാൻ ഇങ്ങനെ ഊരി വയ്ക്കുന്നുണ്ട്. മല്ലിച്ചപ്പിനെ ഞാൻ കട്ട് ചെയ്തിടാം. കുറച്ച് വലിയ പീസാക്കിയിട്ട് മുറുമുറ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഐറ്റംസ് എല്ലാം റെഡി. അപ്പോൾ നമ്മൾ ഈ ചെന്നക്കടലേനെ കുക്കറിലിട്ട് വേവിക്കണം. ഇതിനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നമ്മൾ ഓലിവ് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിടാൻ പോകും. ഉള്ളിൽ എങ്ങനെ വെച്ചു ഉള്ളി ഞാൻ ഇത് പിടിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പുതിന, കറിവേപ്പില എല്ലാം ഇട്ട് നമ്മളൊന്ന് കഴിച്ചതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് പെപ്പർ കുറച്ച് യൂസ് ചെയ്തിട്ട് ഈ ചെന്ന കടല നമ്മൾ അതിലേക്ക് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് റൈസിൻ്റെയും ചെന്ന കടലേൻ്റെയും. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലെല്ലാം വെന്ത്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിച്ചു. ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. മല്ലിച്ചപ്പും കറിവേപ്പിലയും പെപ്പറും വെളുത്തുള്ളിയും എല്ലാം പിടിച്ചിട്ട് വരുമ്പോഴത്തേക്കും റെഡിയാവും. അപ്പോൾ നമ്മുടെ കടല റെഡി ആയിരിക്കുന്നു. എല്ലാവരും കണ്ടോളും. ഇതാണ് കടലിൻ്റെ സ്പെഷ്യൽ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വിസിലെല്ലാം പോയി ബിരിയാണി അങ്ങനെയുണ്ട് നോക്കാം. നമ്മൾക്ക് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ബിരിയാണി മറിച്ചിട്ട് നോക്കുകയാണ്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ സൂപ്പറായി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ എന്താ സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി. അപ്പം നമ്മുടെ സാലഡ് റൈത്ത ഇല്ലാതെ നമ്മുടെ റോ സാലഡ്, നമ്മുടെ കടല എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വന്നിട്ട് കാണുക. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.